ഷക്രീല ഫ്രണ്ടിയറിന്റെ 5ാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ എല്ലാം ഇട്ടിട്ട് ഒരുപാട് നാളായി എന്നറിയാം. ഇനി തുടർന്ന് പെട്ടെന്ന് വീഡിയോ ഇടാൻ വേണ്ടി നോക്കാം. ഇനി എപ്പിസോഡിലോട്ട് കിടക്കാം. സൺഡ്രാക്കുന്റെ എമലിന്റെ മുമ്പിൽ ഏരിയ ബോസായ മഡ്ഡിഗറാണ് ഇപ്പോൾ ഉള്ളത്. സൺഡ്രാക്ക് ചിന്തിക്കുകയാണ്, എന്റെ സ്പീഡ് ഈ മണ്ണിൽ കുറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഇതിന്റെ കൂടെ എങ്ങനെ ഫൈറ്റ് ചെയ്യും? പെട്ടെന്ന് മഡ്ഡിഗർ ഒരു ചാട്ടം ചാടി മണ്ണിന്റെ അടിയിലോട്ട് പോവുകയാണ്. അതിനുശേഷം സൺഡ്രാക്കിന്റെ നേരെ ഒരു ഷാർക്കിനെ പോലെ വരുവാണ്. അത് അവരുടെ നേരെ വരുന്ന കണ്ടിട്ട് എമൂല് പേടിച്ചിട്ട് നിലവിളിക്കുവാണ്. സൺഡ്രാക്ക് അവന്റെ സ്കില്ല് ഉപയോഗിച്ചിട്ട് അവന്റെ അറ്റാക്കിൽ നിന്ന് ഡോജ് ചെയ്യുന്നു. അതിനുശേഷം മഡ്ഡിഗർ അവരെ കഴിക്കാൻ വേണ്ടി വാ തുറന്നു. അപ്പൊ സൺഡ്രാക്ക് റിപ്പയൽ കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു അറ്റാക്ക് ഉപയോഗിച്ചിട്ട് മഡ്ഡിഗറിനെ ഹിറ്റ് ചെയ്യുന്നു. എമൂല് പറയുന്നു, നന്നായിട്ട് ഫൈറ്റ് ചെയ്തു സൺഡ്രാക്കു. സൺഡ്രാക്ക് ചിന്തിക്കുകയാണ്, ഞാൻ കുറച്ചു നേരമായി ഫൈറ്റ് തുടങ്ങിയിട്ട്, എന്നിട്ട് ഞാൻ എന്റെ 2 സ്കില്ല് ഉപയോഗിച്ചു, അതും അതിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സൺഡ്രാക്ക് അവന്റെ റീകാസ്റ്റ് ടൈം നോക്കുവാണ്. അതുകൊണ്ട് അവനെ ഒരു 8-10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവന്റെ സ്കില്ല് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ. സൺഡ്രാക്ക് ചിന്തിക്കുകയാണ്, ഇനി എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഇതിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. മഡ്ഡിഗർ ചാടി അവന്റെ മുമ്പോട്ട് വരുവാണ്. ഇത് കണ്ടിട്ട് സൺഡ്രാക്ക് ഒന്ന് പേടിച്ചു പോകുന്നു. കൃത്യസമയത്തെ മൂലം അവന്റെ മാജിക് ഉപയോഗിച്ചിട്ട് മഡ്ഡിഗറിന്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടിട്ട് മഡ്ഡിഗർ ബോധം കെട്ട് വീഴുന്നു. സൺഡ്രാക്ക് ചോദിക്കുന്നു, ഇതിന്റെ മാജിക് സ്കില്ലാണോ? അതേ സൺഡ്രാക്ക് ചിന്തിക്കുകയാണ്, ഞാൻ ഈ ഗെയിം ഒറ്റയ്ക്ക് കളിക്കണമെന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് എന്റെ കൂടെ ഒരു പാർട്ട്ണർ ഉള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. ഇതൊരു വിചിത്രമായ കാര്യമാണ്. ഒരു പ്ലെയറെ MBCന്റെ സഹായം നേടുന്നു. എമൂലിന്റെ കൂടെ കിട്ടിയ ചാൻസ് ഞാൻ എന്തായാലും വേസ്റ്റ് ആക്കൂല. എന്നിട്ട് സൺഡ്രാക്ക് അവന്റെ ഫുൾ സ്പീഡിൽ മണ്ണ് കാരണം സ്പീഡ് കുറഞ്ഞ് മഡ്ഡിഗറിന്റെ നേരെ പോവാണ്. പെട്ടെന്ന് മഡ്ഡിഗറിന് ബോധം വരുവാണ്. അന്നേരം സൺഡ്രാക്കോ അവന്റെ സ്കില്ല് ഉപയോഗിച്ചിട്ട് അതിന് നേരെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവന്റെ വാൾ ഉപയോഗിച്ചിട്ട് ആ മഡ്ഡിഗറിന്റെ മേലെ കയറി അവന്റെ മൂക്കിന്റെ അടുത്ത് വരുവാണ്. സൺഡ്രാക്കോ ഇമോലിനോട് ചോദിക്കുകയാണ്, നീ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ചെയ്യൂ? അപ്പൊ ഇമോല് പറയുന്നു, എന്തായാലും ഞാൻ ചെയ്യാം. എന്നിട്ട് ഇമോല് മാജിക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൺഡ്രാക്കോ ആണെങ്കിൽ മഡ്ഡിഗറിന്റെ മൂക്കിന്റെ അവിടെ ഒന്ന് ഡാൻസ് കളിക്കുന്നു. അപ്പൊ മഡ്ഡിഗർ വാത് തുറന്ന് അവരെ തിന്നാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ സൺഡ്രാക്കോ പറയുന്നു, നീ ഒരുപാട് നേരം വൈകിപ്പോയി, എന്റെ സ്കില്ല് ആക്ടിവേറ്റ് ആയിരിക്കുന്നു. എന്നിട്ട് റിപ്പയൽ കൗണ്ടർ അറ്റാക്ക് വെച്ചിട്ട് മഡ്ഡിഗറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് എമലും പറയണേ, പവർഫുൾ ആയിട്ട് ഒരു അറ്റാക്ക് വേണ്ടി നീ തയ്യാറായിരിക്കോ? എന്നിട്ട് ഒരു വലിയൊരു അറ്റാക്ക് മഡ്ഡിഗറിന് നേരെ ചെയ്യുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും താഴോട്ടേക്ക് വീഴുകയാണ്. വീണതുകൊണ്ട് സൺഡ്രാക്കിന്റെ HP കുറച്ച് കുറഞ്ഞുപോയി. സൺഡ്രാക്ക് പറയുന്നു, അതെന്തായാലും പെർഫെക്റ്റ് ആയിരുന്നു, നൈസ് വർക്ക് അമുൽ. എന്നിട്ട് സൺഡ്രാക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ മഡ്ഡിഗറിനെ അവിടെ കാണാനില്ല. ആ ചെടിയാണെങ്കിൽ പെട്ടെന്ന് അനങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. അവർക്കാണെങ്കിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ സൺഡ്രാക്കുവിന് മനസ്സിലായി മഡ്ഡിഗർ അവരുടെ നേരെ ആക്രമിക്കാൻ വരുവാന്ന്. സൺഡ്രാക്കു അന്നേരം അമുലിനെ ദൂരത്തോട്ട് വലിച്ചെറിഞ്ഞു. മഡ്ഡിഗർ സൺഡ്രാക്കുവിനെ മേലോട്ടേക്ക് ഉയർത്തുവാണ്. സൺഡ്രാക്കു പറയുന്നത്, ഞാൻ വിചാരിച്ചത് എന്നെ ഈ ഒരേ ഇറ്റി തന്നെ തോപ്പിക്കുമെന്ന്, പക്ഷെ ഇതുകൊണ്ട് എനിക്ക് വലിയ ഡാമേജ് ഒന്നും പറ്റിയില്ലല്ലോ. അന്നേരം സൺഡ്രാക്കു റിയലൈസ് ആവുകയാണ്, ഇത്ര ഉയരത്തിൽ താഴത്തേക്ക് വീണു, എന്തായാലും അവൻ മരിച്ചു പോകും. ഇനി വ്യൂവേഴ്സിനോട് പറയാണ്, മഡ്ഡിഗറിന്റെ അറ്റാക്ക് കുറഞ്ഞാൽ അത് മണ്ണിന്റെ ചെളീന്റെ അടിയിലോട്ട് പോകും. എന്നിട്ട് അതിന്റെ മൂക്ക് ഉപയോഗിച്ചിട്ട് പ്ലേയേഴ്സിന് മേലോട്ടാക്കുക. എന്നിട്ട് അവരെ മേലെ താഴോട്ടേക്ക് വീണിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. സൺഡ്രാക്ക് ചിന്തിക്കുകയാണ്, എന്റെ അടുത്തുള്ള ഒരു സ്കില്ല് ഈ സമയത്ത് ഉപകാരം ചെയ്യപ്പെടില്ല, ഞാനിപ്പോ എന്താ ചെയ്യുക? ഞാൻ എന്തായാലും ഡിഫീറ്റ് ആവുമെന്ന് തോന്നുന്നു. എന്നിട്ട് സൺഡ്രാക്ക് തോൽവി സമ്മതിക്കുകയാണ്. എമൂൽ ലാസ്റ്റ് സെക്കൻഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു മാജിക് ഉപയോഗിച്ചിട്ട് ടെലിപ്പോർട്ട് ചെയ്ത് മഡ്ഡിഗറിനെ നേരെ മുകളിൽ എത്തിക്കുന്നു. ഇനി വ്യൂവേഴ്സിനോട് ഒരു അറ്റാക്കിനെ പറ്റി പറയുകയാണ്. ഈ അറ്റാക്കിന്റെ പേരാണ് മീറ്റിയോർ ബോൾ. ഇത് ഉപയോഗിച്ചിട്ട് യൂസർ താഴോട്ടേക്ക് വീഴുന്ന സ്പീഡ് ഉപയോഗിച്ചിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്നു. സൺഡ്രാക്കോ അറിയാതെ മീറ്റിയർ ഫോൾ എന്ന അറ്റാക്ക് ഉപയോഗിച്ചിട്ട് മഡ്ഡിഗറിനെ അറ്റാക്ക് ചെയ്യാണ്. അതുകൊണ്ട് മഡ്ഡിഗർ ഡിഫീറ്റ് ആയി പോവുകയാണ്. സൺഡ്രാക്കുവിനാണെങ്കിൽ ഒരു HP ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സൺഡ്രാക്കുവിന് അവന് ജീവനുണ്ടെന്ന് വിചാരിച്ചിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്ത സീനെ അവര് സെൻട്രമ ടൗണിലോട്ട് പോവുകയാണ്. സൺഡ്രാക്കു എന്തൊക്കെ ഹെർബൽ എല്ലാം തിന്നിട്ട് അവന്റെ HP കൂട്ടുകയാണ്. ഫുള്ളാവില്ല, ഒരു 17 ആയിരുന്നു. സൺഡ്രാക്കു ചിന്തിക്കാണ്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടും പവർഫുൾ ആണ് എമൂൽ, അവന്റെ സഹായം ഇല്ലാതെ ഞാൻ ഇത് മഡ്ഡിഗറിനെ തോപ്പിക്കാൻ വേണ്ടി പറ്റൂലായിരുന്നു. ഇമോൽ പറയണം, നമ്മൾ തെട്രമ ടൗണിലോട്ട് എത്താറായിരിക്കുന്നു, അതിനുശേഷം നിനക്ക് റാബിറ്റ്സ് വേയിലേക്ക് പെർമനന്റ് ആയിട്ട് പോവാലോ. ശരിയാ, പക്ഷെ ടൗണിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ ഒളിപ്പിക്കുക, കൂടുതൽ അറ്റൻഷൻ കിട്ടിയാല് അത് ഭയങ്കര അപകടമാണല്ലോ. അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു പെണ്ണിന്റെ രൂപത്തിലാവുകയാണ്. ഇനി നമുക്ക് അതിൽ കൂടെ പോകാലോ, നമ്മളിനി ആരും കണ്ടുപിടിക്കാൻ പോകില്ല. അത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കോ അത് പിന്നെയും മുയലിനെ പോലെയായി. ഞാൻ ഇപ്പൊ മടുത്തിരിക്കുവാണ്, ഇനി ടൗണിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ഫോം ആകാം. ഇപ്പൊ എനിക്ക് 4-5 മിനിറ്റ് മാത്രമേ ട്രാൻസ്ഫോം ആകാൻ വേണ്ടി പറ്റൂ. ഇനി നമ്മൾ സൺഡ്രാക്കോ എമൂലും ടൗണിന്റെ അവിടെ എത്തിയതായിട്ട് കാണിക്കുന്നു. അവര് നല്ല ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ടൗൺ നോക്കുവാണ്. അതൊരു വലിയൊരു നഗരമായിരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും ടൗണിലോട്ട് പോകുന്നു. അവിടെയാണ് ഗാർഡുകളിൽ അവനെ തളിച്ച് നിർത്തിയിട്ട്, നീ എന്താ ഡ്രസ്സൊന്നും ഇടാണ്ട് ഇങ്ങനെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു. പിന്നെ നിന്റെ മേത്തെന്താ ഈ വലിയ എന്തോ മാർക്കൊക്കെ, നീ വല്ല അപകടത്തിലെങ്ങാനായിരുന്നോ? എമൂല ഇടയ്ക്ക് കയറിയിട്ട് സൺഡ്രാക്കുവിനെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളെല്ലാം പറയാണ്. അവൻ ലൈഗുണുമായിട്ട് വലിയ ഫൈറ്റ് എല്ലാം നടത്തി, അതുകൊണ്ടാണ് അവന്റെ മേത്ത് ഇങ്ങനെ എല്ലാം മാർക്കെല്ലാം ഉണ്ടായ ഇതാന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ സൺഡ്രാക്ക് ചിന്തിക്കുകയാണ്, ഇവർക്ക് ഈ കഥയെല്ലാം എങ്ങനെ അറിയുന്നേ? അപ്പോൾ ടൗണിലുള്ള ആൾക്കാരെല്ലാം അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗാർഡെല്ലാം മാറിയിട്ട് അവൻ അകത്തോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു പെൺകുട്ടി അവന്റെ കൈ കയറി പിടിക്കുകയാണ്. എനിക്ക് എന്നെ മനസ്സിലായി, നീ സൺഡ്രാക്കു അല്ലേ? അപ്പൊ അവൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായേ? ഇനി നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫോട്ടോ എടുത്തിട്ട് അവർ ഇന്റർനെറ്റിൽ ഇടുകയാണ്. എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ എല്ലാം ഇടുന്നു. ഇതിനെ എങ്ങനെ പെറ്റായിട്ട് വെക്കാൻ പറ്റുന്നത്? ഇതിനെ എനിക്ക് സെക്കൻഡറി ടൗണിൽ നിന്നാണ് കിട്ടിയത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള
പ്ലേയേഴ്സിനെങ്ങാനും ഇതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം സൺറാക്കുവിനെയും മീമോലിനെയും പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇന്റർനെറ്റിൽ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി. കുറച്ച് പ്ലേയേഴ്സ് പറയാണ് ഇങ്ങനത്തെ റിസൾട്ട് ഇട്ടുകൊണ്ട് നടന്നാൽ അവന് അറസ്റ്റ് ഇല്ലാവും. കുറച്ചുപേര് പറയാണ് എപ്പോ തൊട്ട് മോൺസ്റ്റർ സംസാരിക്കാൻ തുടങ്ങി SLF-ല് ഒരു ആനിമിലിയ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ചിന്തിക്കുകയാണ്. SLF-ല് വലിയ പട്ടികളെയും പൂച്ചകളെയും മാത്രമായിരുന്നല്ലോ പെറ്റാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം ആനിമേലിയ സൺറാക്കുവിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. പ്ലേയേഴ്സിനെല്ലാം മനസ്സിലായി സൺറാക്കുവിന്റെ മേത്ത് ലൈവ് കൊണ്ട് കേസ് മാർക്ക് ഉണ്ടെന്ന്. ഹോൾസെയർ എന്ന് പറഞ്ഞ ഒരുത്തൻ അസുല്ല ഗാങ്ങിന്റെ മെമ്പറായവൻ പോസ്റ്റ് ഇടുവാണ്. സൺറാക്കുവിനെ പറ്റി കൂടുതൽ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവനെ കില്ല് ചെയ്തോണ്ടിരിക്കും. കുറെ പേര് ചിന്തിക്കുകയാണ് ഓസലോട്ട് ഇവന്റെ പുറകെ തന്നെ വന്നിട്ടുണ്ടെന്ന്. ഇനി അറിയില്ല സൺറാക്കുവിന് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സൈഗർ 100 എന്ന് പറഞ്ഞ ഒരു പ്ലെയർ പോസ്റ്റ് ഇടുവാണ്. എനിക്ക് എന്നോട് സംസാരിക്കണം സൺറാക്കു. നിന്റെ അടുത്ത് ഈ മെസ്സേജ് എത്തുന്നുണ്ടെങ്കിൽ പ്ലീസ് വുൾഫിന്റെ സോഡിന്റെ എംബ്ലം ഉള്ള ഒരാളോട് സംസാരിക്കുക. പിന്നെ നമ്മൾ സൺറാക്കുവിനെ കാണിക്കുകയാണ്. ആനിമേലിയ എന്ന് പറഞ്ഞ അവള് സൺറാക്കുവിന്റെ കൈ കയറി പിടിക്കുന്നു. എന്നിട്ട് പറയാണ് നീ മര്യാദയ്ക്ക് പറഞ്ഞോ എങ്ങനെയാണ് ഈ പർപ്പിൾ ബണ്ണിന് പെറ്റായിട്ട് കിട്ടുക? എന്റെ മുമ്പിൽ പാവത്തെ പോലെ അഭിനയിക്കാൻ വേണ്ടി നിൽക്കരുത്. എനിക്കറിയാം നീ ഒരു പർപ്പിൾ ബണ്ണിയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന്. സൺറാക്കു ചിന്തിക്കണം ഈ കാര്യം ഇങ്ങനെ മറ്റുള്ളവരെല്ലാവരും അറിഞ്ഞ് ചിലപ്പോൾ സെക്കൻഡറി ടൗണിൽ ഉണ്ടായിരുന്നപ്പോൾ അറിഞ്ഞതായിരിക്കും. പക്ഷെ ഞാൻ ഈ യുണീക് സിനിയറിനെ പറ്റി ഒരാളോടും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല. കൂടാതെ എനിക്കും അറിയില്ല ഈ യുണീക് സിനിയറിനെ എങ്ങനെ ട്രിഗർ ചെയ്തതെന്ന്. പെട്ടെന്ന് സൺറാക്കുവിന്റെ നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. സൺറാക്കു അറ്റാക്കിനെ ഡോജ് ചെയ്യുന്നു. അവൻ അറ്റാക്ക് ചെയ്ത പ്ലെയർ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെക്കുന്നത് നല്ല കാര്യമൊന്നുമല്ല. മറ്റുള്ളവരോട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം പറയുകയും വേണം. റെവല്യൂഷണറി നൈറ്റ് സൺറാക്കു പറയാണ് അവസാനം നീ നിന്റെ മുഖം കാണിച്ചു ബെൻസൺ നൈറ്റ്. ആ പ്ലെയർ പറയാണ് ഇത്ര സുന്ദരിയായ ഒരു പ്ലെയറിനോട് ഇങ്ങനെ സംസാരിക്കല്ലേ. കൂടാതെ SLF എന്റെ പേര് പെൻസിൽ നൈറ്റ് എന്നൊന്നുമല്ല. നീ സ്നേഹത്തോടെ തന്നെ ആർത്തർ പെൻസിൽ എന്ന് വിളിച്ചോ. സൺറാക്കു അവളുടെ തലേന്റെ മേലെ പ്ലെയറിന്റെ ലെവലും പിന്നെ പ്ലെയർ കില്ലിംഗ് മാർക്കും കാണുവാണ്. ഇതോടെ എപ്പിസോഡ് അവസാനിക്കുന്നു.